നമസ്കാരം. ഞാൻ മരിയ ഷാലു. ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടു. ജിനീഷിന്റെ ഭാര്യ രേഷ്മ കൊല്ലപ്പെട്ടു. അത്രയും മാത്രമാണ് ന്യൂസിലുണ്ടായിരുന്നത്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ അങ്ങനെ ഒരു ന്യൂസ് കാണുമ്പം ആരാണ് ജിനേഷ്, ആരാണ് രേഷ്മ എന്ന് ചിന്തിച്ചു പോകും. കാരണം നമ്മളാണെങ്കിൽ കൂടുതൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ ഒരിടത്തും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് എന്താണ് എന്ന് ഒക്കെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. നമുക്ക് ജസ്റ്റ് ആ ന്യൂസ് റിപ്പോർട്ട് ഒന്ന് കേട്ട് നോക്കാം. 5 മാസം മുൻപ് ഷിയാസ് പറഞ്ഞതുപോലെ 5 മാസം മുൻപാണ് കെയർ ഗീവറായ ഇസ്രായേൽ ജോലി ചെയ്യുന്നതിനിടെ രേഷ്മയുടെ ഭർത്താവ് ജിനേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. അന്ന് ജിനേഷ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ കെയർ ഗീവറായി പരിചരിച്ചിരുന്ന ആ സ്ഥലത്തെ വീട്ടുടമസ്ഥയെയും കുത്തേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ആ ദുരൂഹ മരണമാണ്, 2 മരണം ഒരു സ്ഥലത്തുണ്ടായതൊക്കെയാണ് വലിയ വിവാദം മറ്റും ആവുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ തൂങ്ങി മരിച്ച നിലയിൽ ജിനേഷിനെ കണ്ടെത്തി. അതിന് പിന്നാലെ മരണമൊക്കെ ഇവിടെ അറിഞ്ഞത് വലിയ മാനസിക വിഷമം ഭാര്യയ്ക്കും കുടുംബത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ 5 മാസത്തിന് ശേഷം രേഷ്മയും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും 2 ദിവസമായി അവർ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. എന്തായാലും പോലീസ് അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ. ഇതാണ് നമ്മൾ കേട്ട ഒരു ന്യൂസ്. അപ്പം നമുക്കറിയാം, ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കെയർ ഗീവറായിട്ടും നഴ്സുമാരായിട്ടും ഒക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ നഴ്സുമാർക്കല്ലേ ഒരു കെയർ ഗീവേഴ്സിനൊക്കെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ബെറ്റർ ലൈഫ് ചൂസ് ചെയ്യുക എന്നുള്ള ഓപ്ഷനിലോട് കൂടി പലരും വിദേശത്തേക്ക് മാറി താമസിക്കാറുണ്ട്, മാറി ജോലി ചെയ്യാറുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് വളരെ കോമൺ ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നാട്ടിലൊക്കെ പറയും, നഴ്സുമാരല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യാത്ത ഒരാളെ പോലും ഒരു വീട്ടിലും കേരളത്തിൽ കാണാതിരിക്കത്തില്ലെന്ന്. അത്രയും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പം ഏകദേശം 8 മാസം മുമ്പാണ് ജിനേഷ് ഇസ്രായേലിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. മീൻസ് പുള്ളിയാണെങ്കിൽ കെയർ ഗീവറായിട്ട് ജോലിക്ക് കയറുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വീട്ടിൽ ഒരു സ്ത്രീയെ നോക്കുക എന്നുള്ള ഇതിലാണ് പുള്ളി അവിടെ ചെല്ലുന്നത്. അതിനുശേഷം ഒരു 1.5 മാസം മാത്രമാണ് അദ്ദേഹം ജോലി ചെയ്തത്. അതിനുശേഷം ആ സ്ത്രീയെ കുത്തേറ്റ നിലയിൽ കാണപ്പെടുകയും തൊട്ടടുത്ത റൂമിൽ ജിനേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഇസ്രായേലി പോലീസിൻ്റെ ആദ്യത്തെ ഒരു ഭാഷ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഈ സ്ത്രീയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ജിനേഷ് തൂങ്ങി മരിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഇവിടെ നാട്ടിൽ അറിഞ്ഞപ്പോൾ തൊട്ട് രേഷ്മ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഒരു കൊലപാതകയല്ല, അദ്ദേഹം ആരെയും കൊല്ലത്തില്ല, ഇതിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന്. അപ്പം ഇതനുസരിച്ച് രേഷ്മ മുട്ടാത്ത വാതിലുകളില്ല. രേഷ്മ ഇന്ത്യൻ എംബസിയിൽ, ഇസ്രായേലിൽ അറിയാവുന്ന ആളുകളെ, മലയാളികളെ, മറുനാടൻ TV, അങ്ങനെ ഒരുപാട് ആളുകളെ രേഷ്മ കോൺടാക്ട് ചെയ്തു. എനിക്ക് വന്നിട്ട് മറുനാടൻ മാത്രമാണ് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടേക്കുന്നത്. ബാക്കി ഓൺലൈൻ ചാനലുകൾക്കൊക്കെ ജാസി മറ്റേ എന്താ ലിംഗമാത്ര ശസ്ത്രക്രിയ ചെയ്തോ, ജാസിക്ക് എന്ത് സംഭവിച്ചു, ജാസി അങ്ങനെ മീൻസ് നമുക്ക് വേറെ വേറെ കുറേ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യങ്ങളായിട്ട് എനിക്ക് ഒരു ഓൺലൈൻ മീഡിയകളും കാണിച്ചു തന്നിരിക്കുന്നത് കണ്ടില്ല. വളരെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക് അതല്ല. അതിനുശേഷം രേഷ്മ ഒരുപാട് വാതിലുകൾ മുട്ടി, ഒരുപാട് സ്ഥലത്ത് പോയി അന്വേഷിച്ചു. പക്ഷേ ഒരിടത്തുനിന്നും രേഷ്മയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കിട്ടിയില്ല. അപ്പം രേഷ്മ പറയുന്നത്, എൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരു കൊലപാതകയായിട്ട് അറിയപ്പെടേണ്ട ആളല്ല. അതിനുശേഷം ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയും പിന്നീട് ഇസ്രായേലി പോലീസ് പറഞ്ഞു, ആ സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്തിയത് അവരുടെ മകൻ തന്നെയാണ്, സ്വത്തിന് വേണ്ടിയോ മറ്റോ ആണ് അവരെ കുത്തിക്കൊലപ്പെടുത്തിയത്. ജിനേഷിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയില്ല. അപ്പം ജിനേഷിനെ അയാൾ തന്നെ കുത്തിക്കൊലപ്പെടുത്തിയതാണോ, അതെയോ ജിനേഷ് ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ പേടിച്ച് സ്വയം ചെയ്തതാണോ, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരണം തരാനായിട്ട് ഇസ്രായേലി പോലീസിനോ ഗവൺമെൻറ് അതോറിറ്റിക്കോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് രേഷ്മ വളരെയധികം മാനസിക സംഘർഷത്തിലായിരുന്നു. അവർ വളരെ ഡിപ്രഷൻ, അവരുടെ ആൻസൈറ്റിക്ക് അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു, മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ മറുനാടനോട് പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പിലൊക്കെ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഉണ്ട്. അപ്പം ഇതേ തുടർന്ന് ലാസ്റ്റ് 2 ദിവസം മുമ്പ് രേഷ്മ വിഷം കഴിക്കുകയും പുള്ളിക്കാരി മരണപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് 4 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞാണുള്ളത്. ശരിക്കും ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ആ കുട്ടിയുടെ അപ്പന് എന്ത് സംഭവിച്ചു എന്നറിയാൻ യാതൊരു നിവൃത്തിയില്ല. ആരും അവരെ സഹായിച്ചില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം അവിടെയുള്ളതെന്നല്ല, പല ഇന്ത്യൻ എംബസിയിലോട്ടും നമുക്കറിയാം, ഇന്ത്യൻ എംബസീനെ പോലെ ഒരു വേസ്റ്റ് എംബസി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകത്തില്ല. ബാക്കി എല്ലാവർക്കും എംബസി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് ചെയ്ത് കിട്ടാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ എംബസിയിലോട്ട് ഒരു ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, ഒരു ഇമെയിലിന് റിപ്ലൈ ഇല്ല, ഒരു കാര്യങ്ങൾക്ക് ചെന്നാൽ തീരുമാനമില്ല. എന്താണ് അവരവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. പല ഇന്ത്യൻ എംബസിയിലും ഇംഗ്ലീഷ് പോലും അറിയത്തില്ലാത്ത മണ്ടന്മാരായിട്ടുള്ള ഹിന്ദിക്കാരെയാണ് കൊണ്ടിരുത്തിയേക്കുന്നത്.
അതും എനിക്ക് അനുഭവം ഉള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാണ് ഇന്ത്യൻ എംബസി. അപ്പം ഈ ഒരു കാര്യത്തിൽ രേഷ്മയുടെ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, രേഷ്മ പറയുന്നത് ഒരിടത്തുനിന്നും, ഒരു ഒഫീഷ്യൽസിൻ്റെ അടുത്തുനിന്നും രേഷ്മയ്ക്ക് യാതൊരുവിധ ഡീറ്റെയിൽസും ലഭിച്ചിട്ടില്ല. രേഷ്മ ഈ ന്യൂസുകളെല്ലാം അറിയുന്നത് ന്യൂസ് ചാനൽ വഴിയാണ്. അതായത് നമ്മുടെ മുൻനിര ന്യൂസ് ചാനലുകളായ ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ അങ്ങനെയുള്ള ന്യൂസ് ചാനലുകൾ വഴിയും പിന്നെ മറുനാടൻ കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് രേഷ്മയ്ക്ക് ഇതെല്ലാം അറിയാൻ സാധിക്കുന്നത്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു അത്യാഹിതം സംഭവിക്കുകയും അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ സാധിക്കാതെ, നമ്മൾ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ നമ്മൾ ഇരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ശരിക്കും ഗവൺമെൻറ് ഒഫീഷ്യൽസ് വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് അത് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന കാര്യം അറിയേണ്ടത് ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുമുണ്ട്, അതുപോലെ ഫാമിലിക്കുമുണ്ട്. ഫാമിലി എത്രത്തോളം മാനസിക വിഷമത്തിലായിരിക്കും. അവരത്രമേൽ സ്നേഹിച്ച ഒരു ദമ്പതികളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ പുള്ളിക്കാരിക്ക് താങ്ങാൻ സാധിച്ചിട്ടുണ്ടാകില്ല. മെൻ്റലി പുള്ളിക്കാരി ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാകും. അങ്ങനെ പല റീസൺസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഓൾറെഡി ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കാരണം പുള്ളിക്കാരി മറുനാടിനോട് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പിൽ സെയിം പറയുന്നുണ്ട്, ഞാൻ മരുന്ന് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. അത്രത്തോളം പുള്ളിക്കാരി ഡിപ്രസ്ഡ് ആയിപ്പോയി. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പം എല്ലാവരും പറയും ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കണമായിരുന്നു, അവർ പിടിച്ചു നിൽക്കണമായിരുന്നു എന്ന്. ഇതൊക്കെ നമുക്ക് വായാൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഫേസ് ചെയ്തു പോകേണ്ട ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത്. എനിക്കത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ആ കുഞ്ഞിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ. ഞാൻ ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല, ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പക്ഷേ ഒരു 4 വയസ്സുകാരി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനതാ എൻ്റെ മനസ്സിൽ വന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു, എനിക്ക് തോന്നിയിട്ട് എല്ലായിടത്തും മലയാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. എന്തൊരാവശ്യത്തിനും പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ എങ്കിൽ ഇസ്രായേൽ പോലൊരു രാജ്യത്ത് ഈ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയം ആയതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും സഹായിക്കാനും ഒക്കെ ഒരു പരിധി ഉണ്ടായിരുന്നത്. സംഭവിച്ചത് വളരെ 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 ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായി പോയെന്ന് മാത്രമാണ് പറയാൻ പറ്റുന്നത്. ശരിക്കും സുഷമ സ്വരാജ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയിട്ട് ഇന്ത്യൻ എംബസിയൊക്കെ കുറച്ചുകൂടെ കാര്യക്ഷമമായിരുന്നു, കുറച്ചുകൂടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിരുന്നു. നമുക്കറിയാം ഇറാഖിലൊക്കെ ഉണ്ടായിരുന്ന നഴ്സുമാരെയൊക്കെ വളരെ സേഫായിട്ട് നാട്ടിലെത്തിക്കാൻ തുടങ്ങിയ വളരെ വലിയ വലിയ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയതാണ് ഇന്ത്യൻ എംബസി. പക്ഷേ ഇങ്ങനെ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളിലോട്ടും ചെയ്യാൻ പറ്റാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭാവിയിലെങ്കിലും നമുക്കുള്ള കുറവുകളൊക്കെ മാറി നമ്മുടെ സിറ്റിസൺസിന് ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ നടത്താൻ ഇന്ത്യൻ എംബസിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ട് ഫിലിപ്പൈൻസ് എംബസിനെയൊക്കെ കണ്ടുപിടിക്കണം. കുവൈറ്റിലെ മറ്റേ അവരുടെ ഒരു സിറ്റിസന് എന്തോ സംഭവിച്ചിട്ട് അവർ അതിൻ്റെ പുറകെ കണ്ടിന്യൂസ് നിന്ന് അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് അവർ മാറിയത്. അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഒരു എംബസിക്ക് സാധിക്കും. ഫിലിപ്പൈൻസ് നമുക്കറിയാം ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ചെറിയ രാജ്യമാണ്. അവർക്ക് നമ്മളെ വെച്ച് നോക്കുമ്പോൾ അവർ നമ്മൾ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ്. അപ്പം നമുക്കും ഇതൊന്നും പറ്റായികയല്ല. ശരിക്കും ഇതൊക്കെ കംപ്ലീറ്റ് നെഗ്ലിജൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് താഴെ കൊടുക്കുക.